അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. കടുത്ത പനിയും വിറയലും ഒക്കെ ആയിരുന്നു. രാത്രിയില് ജീവന്റെ അച്ഛൻ ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് മഞ്ചാടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആണോ? ഞാനും ഇന്ദ്രനും ആയിരുന്നല്ലോ അന്നോടെ പോയത്. അതുകൊണ്ടാവും ബാലൻ ഇന്ദ്രനെ തന്നെ വിളിച്ചത്. ഇന്ദ്രനാണോ അനുവിനെ അറിയിച്ചത്? ആ അതെ അച്ഛാ, ഞാൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഞാൻ മഞ്ചാടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ഞാനും ജീവന്റെ അച്ഛനും പറഞ്ഞതാ ചേച്ചി. രജനി ആന്റിക്കും പനിയും ശ്വാസമുട്ടലൊക്കെ ആയിരുന്നു. അവർക്ക് അസുഖം ഭേദമാവുന്നവരെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ഞങ്ങൾ കുറെ നിർബന്ധിച്ചിരുന്നു. പക്ഷെ മഞ്ചാടി സമ്മതിച്ചില്ല. അവള് ജീവന്റെ അമ്മയെ പരിചരിച്ച് അവിടെ നിന്നോളാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മഞ്ചാടി അവിടെ കൊണ്ടുവിട്ടിട്ടാ വന്നത്. ജീവന്റെ അച്ഛനും അമ്മയ്ക്കും അവളെ വലിയ കാര്യമാ. അല്ല, സുശീലാന്റിയുടെ അവസ്ഥ എന്താ? അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു മഞ്ചാടി അഡ്മിറ്റ് ചെയ്തത്? അതെ, അവർക്ക് ബോധം തെളിഞ്ഞെന്നൊക്കെയാ കേട്ടത്. പക്ഷേ മഞ്ചാടിക്ക് അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. സ്വന്തം മക്കൾക്ക് പോലും ഒന്ന് കാണാൻ പറ്റിയില്ലെന്നാ സോന എന്നോട് പറഞ്ഞത്. സുശീലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൃദയമുള്ളവർക്കല്ലേ ഹൃദയസ്തംഭനം വരൂ. എന്തൊക്കെയോ മാറ്റിമറിക്കാൻ ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയൊരു പുകമറയായിരിക്കാം എല്ലാം. ഞാനേ കുറച്ചു സമയം ഒന്ന് കിടക്കട്ടെ. യാത്ര ചെയ്തതിൻ്റെ ആവും നല്ല ക്ഷീണം. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുക. ഞാൻ രഘുവേട്ടനും അമ്പിളിച്ചേച്ചിക്കും ചായ തരാം. അച്ഛന് വേണ്ടാഞ്ഞിട്ടാവും. രഘുവേട്ട, നമ്മളിനി എന്ത് ചെയ്യും പുള്ളി? പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണല്ലോ. അമ്മാവനെ കൊണ്ട് നിന്നെ കൂട്ടിയാൽ കൂടും തോന്നുന്നില്ല. രഘുവേട്ടൻ ഇവിടെ ഇരിക്കെ. അനുവിന്റെ മനസ്സിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് തട്ടി നോക്കട്ടെ. അച്ഛന് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മനസ്സുണ്ടായപ്പോഴേക്കും അച്ഛന്റെ മുന്നിലെ വഴികളൊക്കെ അടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്കും വേണമല്ലോ. ഇപ്പൊ അതുമില്ല. അങ്ങനെയൊന്നും കരുതണ്ട ചേച്ചി. ഒരു വഴി അടയുമ്പോ വേറൊരു വഴി തുറക്കും. കല്യാശ്ശേരി തറവാട്ടിലെ സ്വത്ത് കണ്ടിട്ടൊന്നും അല്ലല്ലോ അച്ഛൻ നമ്മളെ വളർത്തിയത്. രഘുവേട്ടൻ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അച്ഛൻ സാധിച്ചു തന്നിരിക്കും. ഇല്ലാനോ, അച്ഛന്റെ മുന്നിൽ ഒരു വഴിയുമില്ലെന്ന് ഞങ്ങൾക്കിപ്പൊ തന്നെ അറിയാം. അവസാന വഴിയായ ബാക്കി മക്കളെയൊക്കെ വെറുപ്പിച്ചിട്ടായാലും തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പണയം വെക്കാൻ അച്ഛൻ തീരുമാനിച്ചത്. ആ തമ്പായി അതിനും തടയിട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. സ്വർണം പണയം വെക്കാൻ അച്ഛൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ആ കാര്യം തറവാട്ടിൽ ചെന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛന്റെ ഓരോ ആദർശമല്ലേ, അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുവാനു? അല്ല, പാരമ്പര്യമായി കിട്ടിയ ആഭരണം പണയം വെച്ച് ബിസിനസ് നടത്തിയിട്ട് കാര്യമില്ല, അത് നഷ്ടത്തിലേക്ക് കലാശിക്കുമെന്ന് ആ തമ്പായി പറഞ്ഞിരുന്നു. എന്തായാലും പോയതുകൊണ്ടേ ബാക്കിയുള്ളവർക്ക് ഗുണമുണ്ടായി. കേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കടലാസുകളൊക്കെ തറവാട്ടിലെ ലീഗൽ അഡ്വൈസറിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. വിനയനും ശബരിയും കൂടി കേസ് നടത്തട്ടെ. കേസ് ജയിച്ചാ എന്തെങ്കിലും ഞങ്ങൾക്കും കിട്ടുമല്ലോ. അതുവരെ രഘുവേട്ടൻ വല്ല കൂലിപ്പണിക്കും പോയി കുടുംബം നോക്കട്ടെ, അല്ലാതെ ഞാനെന്തു പറയുന്നത്. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല ചേച്ചി. രഘുവേട്ടന് കൂലിപ്പണിക്ക് പോണ്ട അവസ്ഥയൊന്നും വരില്ല. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരില്ലേ?
അനു, നീ എന്തെങ്കിലും കണ്ടിട്ടാണോ അനു ഈ പറയുന്നേ? അതോ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതോ? ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇനി നീയൊന്നും പറയണ്ട അനു. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അല്ല, നിന്റെ മനസ്സിൽ ഞങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറ. അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയട്ടെ ചേച്ചി. എന്റെ മനസ്സിലുള്ളത് ഞാൻ അപ്പ പറയാം. എന്താ മോളെ നിന്റെ മനസ്സില്? ആദ്യം നീ അത് ചേച്ചിയോട് പറ. ഞാൻ ശ്വാസം ഒന്ന് നേരെ വിട്ടോട്ടെ അനു. വേറൊന്നല്ല ചേച്ചി, അച്ഛന് തറവാട്ടിൽ നിന്ന് കിട്ടിയ 1 കോടി രൂപയിൽ 50 ലക്ഷവും ഈ വീട് വാങ്ങാൻ വേണ്ടിയല്ലേ അച്ഛൻ ചെലവാക്കിയത്? എനിക്കും മോനും താമസിക്കാനിപ്പോ ഇവിടെ ഒരു വീടിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇവിടുന്ന് പഞ്ചരത്നത്തിലേക്ക് മാറിയാൽ മതിയല്ലോ. ഈ വീട് വിറ്റ് രഘുവേട്ടന് ആവശ്യമുള്ള പണം തരാൻ ഞാൻ അച്ഛനോട് പറയാം. മോളെ, അത് ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്ക, എല്ലാം നടക്കും. വേണ്ടനു, വീട് വെക്കുന്ന കാര്യമൊന്നും ഇപ്പം അവനോട് പറയണ്ട. അതൊന്നും അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒരു പ്രോപ്പർട്ടി വാങ്ങി 6 മാസത്തിനുള്ളിൽ അത് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ചില രജിസ്ട്രേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ പോയാലും ഈ വീടൊന്ന് വിറ്റുകിട്ടണമെങ്കിൽ 1 വർഷമെങ്കിലും എടുക്കും. പിന്നെ ഇതുപോലൊരു പ്രോപ്പർട്ടി കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തോളാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പ്രതീക്ഷയും പൊലിഞ്ഞു. നമുക്ക് എത്രയും വേഗം പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകാൻ രഘുവേട്ട. വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? അച്ഛൻ എന്തായാലും മഞ്ചാടിയൊക്കെ പോയി കണ്ട് 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ. എന്തായാലും അമ്മാവനൊന്ന് എഴുന്നേക്കട്ടെ വിളി, ചോദിച്ചിട്ട് പോവാം. രഘുവേട്ട, ഈ വീട് ബാങ്കിലോ മറ്റോ പണയപ്പെടുത്തി ലോൺ എടുക്കാൻ പറ്റോ? എങ്കിൽ അങ്ങനെ നോക്കാം.